ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്നും പുറത്തേക്ക് പോവാണ്. ഇന്ന് വ്ളോഗും വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയുടെ തൈകളൊക്കെ വാങ്ങിക്കണം. പിന്നെ വേറെ 2 സ്ഥലത്തേക്ക് പോകണം. അപ്പോഴേക്കും നോക്കിയാൽ നമുക്കുള്ള പാല് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പാല് കുടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പാലാണ് കണ്ട. നമ്മളെ പാല് ഫുള്ളായിട്ട് കുടിച്ചിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നോക്കിയാൽ പാലുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഹെൽമെറ്റ് ഒക്കെ ചെയ്ത് പോവുകയാണ് ഞാൻ ചേട്ടനും കൂടിയിട്ട്. ഞങ്ങൾ യാത്രയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് ആ സാധനങ്ങൾ ചെടി വാങ്ങിക്കാനായിട്ട് പോകാൻ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ വന്നുള്ളത് വില്ലേജ് ഗ്രൗണ്ടിലുണ്ട്. അത് പറയുന്നത് പെരുവല്ലൂരാണ്. പെരുവല്ലൂരാണ് ഈ ഫാം വരുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് ചെടികൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. തക്കാളി തൈയാണ് കേട്ടോ. ഇതൊക്കെ തക്കാളി തൈയാണ്. അടിയിലുള്ളത് പപ്പായയുടെ തൈയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വഴുതനങ്ങയുടെ തൈയാണ്. ഇത് റോഡ് സൈഡിൽ നിന്നിട്ട് നമ്മൾ ഈ ഫാം കാണുന്നത് ഒരുപാടുണ്ടായിരുന്നു. ഒക്കെ ഇപ്പോൾ പോയി നേഴ്സറിയിലേക്കായിട്ട് പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. മുളകിൻ്റെ തൈയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിൽ ബസ്സിൽ വരാൻ സുഖമാണ് കേട്ടോ. നമ്മൾ പെരുവല്ലൂർ മാളിയമാവ് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സുഖമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. കുറേയൊക്കെ നേഴ്സറിയിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. അത് കാരണം കുറേയൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും ഇതിൽ വീട്ടിലില്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോവാണ്. അടുത്ത ഫാമിലിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയോ. അപ്പോൾ നേരെ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ വേറൊരു നഴ്സറിക്ക് ഇല്ല. അതായത് മലബാർ ആഗ്രോ സൂപ്പർ മാർക്കറ്റിൽ മലബാറിൻ്റെ കേട്ടോ. ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ ഒരുപാട് ഉണ്ടാ. മലബാറിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ആവറട്ടി മനപ്പടിയിലാണ്. അപ്പോൾ നമ്മളെ ചെടികൾക്ക് വേണ്ട പോട്ടുകൾ, വളങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ പപ്പായ നോക്കിയാൽ നല്ല പപ്പായല്ലേ ഗൈസ്. നോക്കിയാൽ കിഡിലൻ റോസ് ഇട്ടാ. നോക്കി എന്ത് രസം. നോക്കി നമ്മൾ ഗാർഡനിൽ വെക്കുന്ന ചെടികളൊക്കെ ഉണ്ട്. ആ നിൽക്കുന്നത് ഗാർഡനിലൊക്കെ ചെയ്യാനുള്ളത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ പൂക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മൾ റോസ്മേരി ഇട്ടാ. കണ്ട ചിരിച്ചിക്കണൊക്കെ ആട്ടെ. ഇതെന്താ സംഭവം വെച്ചാൽ നമ്മൾ തലമുടി നല്ലൊരു സംഭവം ഉണ്ട്. കാരണം വെച്ചാൽ തലമുടി നന്നായി വളരാനും ഇതിൻ്റെ വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. നല്ല സ്മെല്ലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെ, റോസ്മേരി ഈ സാധനം അടിപൊളിയാട്ടാ. നമ്മൾ തലയ്ക്കൊക്കെ അത് മുടി കൊഴിച്ചലിനൊക്കെ അടിപൊളിയാണ്. ഞാൻ വെറുതെ തൊട്ടല്ലോ, നല്ല സ്മെല്ല് കിട്ടു. ഇതെന്നിട്ടാ പാലല്ലേ? കുങ്കുമം പാല. നല്ല പൂട്ടാ, വൈറ്റ് പൂവ്. പണ്ട് ഉത്സവങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പൂവാണ്. നല്ല മണം കിട്ടില്ല സാധനം. ആണ്ടാ പണ്ട് കാലങ്ങളിലെ ഉത്സവം ഉണ്ടാകുമ്പോൾ എല്ലാ വീടുകളിലും വന്നിട്ട് പൊട്ടിച്ചുകൊണ്ട് മോനെ സൂപ്പർ. ഇപ്പം അത് അപ്പം നോക്കിയാൽ ഇവിടെ ഈ ടൈപ്പ് ചെടികളില്ലേ, കടലാസ് പൂ പോലത്തെ ചെടി വേണ്ട അതുണ്ട്. ഒരുപാട് വെറൈറ്റി റോസുകളുടെ വെറൈറ്റി റോസ് വീട്ടിലാണ്. നല്ല രസമുണ്ട്, സ്മെല്ലുണ്ട് കേട്ടാ. യെല്ലോ റോസ് ഗൈസ്. എന്തായാലും നമ്മളൊരു റോസ്മേരിയുടെ ഒരു ചെടി എടുക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം, സ്മെല്ല് അടിപൊളി കേട്ടോ. ഇതുണ്ടല്ലേ കുറേ ഇതില്ലേ, ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നോക്കിയാൽ ഇവനെ നമ്മൾ എടുക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് പോവാണ്. വാഴയുടെ കന്ന് നോക്കിയാൽ വാഴ ഇഷ്ടമുള്ള വാഴക്കന്നുകൾ കിട്ടും. എന്തായാലും ഇത് വാങ്ങിച്ചു നമ്മൾ
നേരെ വീട്ടിലേക്ക് പോകാം. ഗൈസ് അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ സാധനമില്ല, നാളെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ എന്തായാലും പോയിട്ട് എടുക്കണം. അപ്പോൾ ഇന്ന് സാധനങ്ങളൊക്കെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നാളെ പോയിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കണം. പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിലൊരു കാളി കെട്ടി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്, കോതകുളങ്ങര അമ്പലത്തിൻ്റെ അവിടേക്ക്. അപ്പോൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് പോകണം കേട്ടോ. അപ്പം ഞാൻ നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. നേരെ നമ്മൾ കൂട്ടുകാരൻ്റെ അടിക്ക് പോവാണ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഗൈസ്. അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ചെണ്ടക്കാരും കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാരൻ എന്താ വരുന്നതാണ് കേട്ടോ. എന്തുണ്ട് ഇതാണ്ടോ നമ്മളെ കൂട്ടുകാരൻ. എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഈ കാളിയുടെ പരിപാടിയൊക്കെ ഉള്ളത്. കാളിയുടെ ഉടുപ്പുകൾ, കർമ്മ സാധനങ്ങൾ. ഇവിടെ ബാക്കി 3 കാളികൾ, 4 കാളികൾ. ഇവിടെ മൊത്തം 5 കാളി കിട്ടാൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ മെയിൻ കാളിയായിട്ടുള്ള ഒരാൾ നമ്മളിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. കൽപ്പന കൊടുക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിനുണ്ടാവും ഒരടി, കല്യാണത്തിന് വരെ ഉണ്ടാവും. അവരിറങ്ങിട്ടാ റോട്ടിലേക്ക് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മളത് നേരെ അമ്പലപ്പറമ്പിലേക്ക് പോവാണ് കേട്ടോ. അവിടേക്ക് കാളി പോയിട്ടുണ്ട്. നേരെ അവിടേക്ക് പോകാം. അപ്പം അവിടെ പോയിട്ട് കാണാൻ ബാക്കി ഗൈസ്. അപ്പം നമ്മളുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഒരുപാട് ഇന്നലെ വരെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നും കാളി വരവുണ്ട്. ചെറിയ കാളി കണ്ട് വരുന്നത്.
താഴ്ത്തക്കാവിലേക്ക് പോകണ്ട. അപ്പൊ നമ്മളെ താഴ്ത്തക്കാവിന്റെ അവിടേക്ക് പോവാ. ഗൈസ് ഗംഭീര പരിപാടിയാണ് കേട്ടോ. ബാക്കിന്ന് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പേര് കോതകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന് പറയാ. ഇത് സ്ഥലം എന്ന് പറയുന്നത് മാമാസാറിന് അവിടെ നിന്ന് ഉള്ളിലേക്ക് വന്നിട്ടുള്ള കേട്ടോ. ഇത് മേലേക്കാവാണ്. ഇത് ഇന്നലെ ആയിരുന്നു ഉത്സവം. പറഞ്ഞ് പുറത്താണ് താഴ്ത്തക്കാവ്. ഇതാണ് താഴ്ത്തക്കാവ് കേട്ടോ. പൊന്നൊക്കെ കിട്ടുന്ന ക്ഷേത്രം എന്താ. കാലങ്ങളാണ് കാലം എഴുന്നള്ളിച്ച് വന്നിട്ടുണ്ട്. മോനെ അടിപൊളി. പരിപാടി കഴിഞ്ഞിട്ടാ. പരിപാടി വന്നോണ്ടിരിക്കാണ്. റോട്ടിൽ കൂടെ വന്നോണ്ടിരിക്കണ്ട. മോനെ പരിപാടികളൊന്നും വന്നോണ്ടിരിക്കാണ്. അപ്പൊ എന്തായാലും മനസ്സിലാതെ എല്ലാരും വന്നോണ്ടിരിക്കാണ്. നമ്മളത് എന്തായാലും വീട്ടിൽ പോകണ്ട. വയസ്സപ്പം നോക്കിയാൽ നമ്മള് വീട്ടിൽ പോകണ്ട. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. രക്ഷല്ല. നമുക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്തൊരു പ്രോഗ്രാമാണ്. കാരണം ഇന്നലെ കുമ്പഭരണ മേലത്തെ കാവിൽ ഇന്നലെ ആയിരുന്നു പ്രോഗ്രാം. ഇന്ന് താഴത്തെ കാവിലുണ്ടാവും. നമ്മൾ കാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മോനെ വേറെ ലെവല്. അപ്പം ഇത് നേരെ വീട്ടിൽ കൂടെയാണ്. വീട്ടിൽ പോയിട്ട് ബാക്കി ഗൈസ്. അപ്പം നമ്മളത് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സത്യം പറയാന്ന് വെച്ചെങ്കിൽ എന്താ പറയുക, ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ കാളി കെട്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കാളികളൊന്നും വന്നുകൊണ്ടിരിക്കുക. സത്യം പറയാന്ന് വെച്ചെങ്കിൽ എന്താ പറയുക, വേറൊരു വൈബായിരുന്നു, വേറൊരു മൂഡായിരുന്നു. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആഘോഷത്തോടെ കൂടിയിട്ട് കാളിയൊക്കെ കെട്ടിക്കൊടുന്ന് ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുംഭഭരണിയായിരുന്നു. അപ്പോൾ കുംഭഭരണി അന്ന് മേലേക്കാവിലാണ് ഉത്സവം. മേലേക്കാവിൽ ഇന്ന് താഴത്തേക്കാവിലാണ്. അപ്പോൾ താഴത്തേക്കാവിലത്തെ ഉത്സവം ഉണ്ട് ഭയങ്കര ഗംഭീരം. അവിടെ ഞാൻ കുറേ നാളായി ഞാൻ പോയിട്ടുണ്ടായിരുന്നു മുന്നേ. പക്ഷേ ഇപ്രാവശ്യമാണ് ഞാൻ കൃത്യമായിട്ട് അതൊന്ന് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ അടുത്ത പരിപാടി ഉള്ളത് കൊണ്ട് നമ്മൾ ആ വഴിക്ക് പോയതാണ്. അല്ലെങ്കിൽ പോവില്ലായിരുന്നു. സംഭവം ഒരു രക്ഷയില്ല, വേറെ വൈബായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സേ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.